ഉണ്ടായ സമയത്ത് നമുക്ക് അവർ പൊതിഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കിന് നോർമലി നമ്മളിങ്ങനെ ചെരിഞ്ഞ് നോക്കുമ്പോൾ ഇവൻ ഒരു കണ്ണ് വെച്ച് ഇങ്ങനെ നോക്കുന്നത് എൻ്റെ മനസ്സിലിങ്ങനെ അവൻ്റെ ആ നോട്ടം ഇപ്പോഴും ആ മനസ്സിലുണ്ട്. എന്നാലും ഡോൺ ഉണ്ടായ പിറ്റേ ദിവസം തന്നെ നമ്മൾ ഡോണിനെ കോട്ടയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വിടണം. അപ്പം ആർത്തർ ഹോസ്പിറ്റലിലെ ഡോക്ടർ പറഞ്ഞ് എക്സ്റേ എടുത്ത് നോക്കിയിട്ട് എന്തോ പ്രോബ്ലം, ഹാർട്ടിന് എന്തോ ഒരു പ്രോബ്ലം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ കോട്ടയം കാരിത്താസിൽ കൊണ്ടുപോയി. കോട്ടയത്ത് നിന്ന് കാരിത്താസിൽ കൊണ്ട് ഡോക്ടർമാരെ പരിശോധിച്ചു, എന്തൊക്കെയോ ടെസ്റ്റുകൾ ചെയ്തു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഹാർട്ടിന് എന്തോ വലിയൊരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു. നമ്മൾ തളർന്ന് ഞാൻ അവിടെ പോയി വരാന്തെ പോയി ഇരുന്നു. നമ്മളങ്ങ് അവിടെ നിന്ന് കാരിത്താസിൽ നിന്ന് നേരെ PVS മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ ചെന്നു. PVS മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നിന്ന് അവർ പറഞ്ഞ കൊച്ചു ന്യൂമോണിയ ട്രീറ്റ്മെൻറ്റ് ചെയ്യട്ടെ, ഇപ്പോൾ ഹാർട്ടിൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. അപ്പോൾ 12 ദിവസം ന്യൂമോണിയ ഒക്കെ മാറി കഴിഞ്ഞപ്പോൾ ഡോക്ടറെ അന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് നാളെ പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു ഹാർട്ടിൻ്റെ കാര്യം, ഇല്ല ഹാർട്ടിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് നമുക്ക് ആശ്വാസമായത്. ന്യൂമോണിയ ആയിരുന്നു കൊച്ചിന്, മറ്റു പ്രോബ്ലം ഒന്നും ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ ഇവരാദ്യം ഇവിടെ പറഞ്ഞത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊച്ചിനെ കിട്ടത്തില്ലാത്തൊരവസ്ഥയായിരുന്നല്ലോ. അന്നേരം 13 ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഇടയ്ക്ക് നമ്മളെ 1-2 തവണ കാണിക്കും, ദിവസത്തിലൊന്ന് നമുക്ക് ജസ്റ്റ് കാണിക്കും. ഒരു എല്ലാം ട്യൂബിട്ട് അവരിപ്പോൾ അത് ഞങ്ങളെ ശരിക്കും പേടിപ്പിച്ചു. 2-3 ദിവസം മുന്നേ എന്ന് പറയുമ്പോൾ നമ്മൾ ബ്ലഡ് കൊടുത്ത് അത് വലിയൊരു സ്റ്റേജിലൂടെ കടന്നു പോയത്. അന്ന് ശരിക്കും പറഞ്ഞാൽ നമുക്ക് കാറ് പിടിച്ചു പോലും വരാനുള്ളൊരു സെറ്റപ്പ് അന്നില്ല. നോർമലി നമ്മൾ വന്നത് ബസ്സിലാണ്. ഡോണിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യം ഓർമ്മ വരുന്നത്, ഞങ്ങൾ വീട്ടിൽ നിൽക്കാൻ ചെല്ലുമല്ലോ, കളിച്ച് വൈകുന്നേരം പോകാറാകുന്ന ഒരു സമയമാകുമ്പോൾ ഇവനറിയാം ബാഗൊക്കെ എടുക്കുന്ന ഒരു സമയമുണ്ട്. അപ്പോൾ ആ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കിനും നമ്മളെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നിന്നേച്ച് സഞ്ചേച്ചി ഇങ്ങനെ വന്നേന്ന് പറഞ്ഞാൽ നമ്മൾ റൂമിൽ കയറ്റിയിട്ട് ടപ്പേന്ന് കഥ അടച്ചേച്ച് കടയിൽ പോകും. നമ്മൾ ആ മുറിയിലിരിക്കും. പിന്നെ ശാന്തി ചേച്ചി രാത്രി വന്നിട്ട് കഥകൾ തുറക്കാൻ നമ്മൾ ഇറങ്ങണേ. ഭയങ്കര കുരുത്തക്കേട് കാണിക്കും. പക്ഷെ ഇതൊന്നും ഒക്കെ ഞാൻ അറിയുന്നത് ഇപ്പോഴാണ്, ഈ ഒരു സമയങ്ങളിലാണ്. ഞാനും മമ്മിയും സോണിയൊക്കെ ഉണ്ട്. ഞങ്ങളിങ്ങനെ വർത്താനം പറഞ്ഞിങ്ങനെ ജനലിൻ്റെ സൈഡിലാണ് ഇങ്ങനെ ചാരി നിൽക്കുക. അന്നേരത്തേക്കിനും ഇപ്പുറത്തൂടെ വന്ന് ഒരു കത്രികയൊക്കെ എടുത്ത് മമ്മിയുടെ ഒരു പകുതി മുടിയോളം കണ്ടിച്ചെടുത്തോണ്ട് പോയി. പറഞ്ഞ് തിരിഞ്ഞപ്പോഴാണ് പകുതി മുടിയില്ല. കത്തി വെച്ചിട്ട് ഞാൻ ഓർക്കുന്നുണ്ട്, ചുമല പിടിയുള്ള കത്തിയാണ്. അതെടുത്തോണ്ട് വന്നിട്ട് അവനാണെങ്കിൽ കത്തി കൊണ്ട് വരുവായി. കത്തി കൊണ്ട് വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് അവൻ്റെ ലാപ്പാണല്ലോ അവനല്ല, ആ ലാപ്പ് എടുത്ത് ഞാനിങ്ങനെ തൂക്കി പിടിച്ചിട്ട് ഞാൻ താഴെ ഇടും. അപ്പോൾ അവന് ദേഷ്യമൊക്കെ ഇങ്ങനെ കയറി വന്ന് ഇതുകൊണ്ട് ഒന്നും ചെയ്യാനും പറ്റത്തില്ല. എന്നിട്ട് ഞാൻ ഇവരുടെ റൂമിൻ്റെ അടുത്ത് വരെ ചെന്നിട്ട് സെറ്റിയുടെ മണ്ടയിൽ ലാപ്പ് ഒറ്റയിടിയിൽ ഞാൻ അവിടെ കയറി റൂം പൂട്ടിയിരുന്നു. പിന്നെ അമ്മ രാത്രി കടയിൽ നിന്ന് വന്നപ്പോഴാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. ഈ കഥയൊന്നും എന്നോട് പറയുന്നത് ഈ അടുത്ത കാലത്ത് പല കുസൃതികളും ഞാൻ അറിഞ്ഞിട്ടേ ഇല്ല. അതുകൊണ്ട് ഭയങ്കര അലമ്പനായിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അവന് ഒരു 6ാം ക്ലാസ് വരെ പിന്നെ അവനെ കൊണ്ട് മടുത്തായിരുന്നു. എന്റെ ഡോൺ അങ്ങോട്ട് മാറി, കുസൃതിയുടെ ആ ഒരു സെറ്റപ്പൊക്കെ അങ്ങ് മാറിയിട്ട് വെറും പാവായി. ഡോണിനെ ആദ്യമായിട്ട് കണ്ട ദിവസം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. അന്ന് ഡോൺ 5ാം ക്ലാസ്സിൽ പഠിക്കുക. ഇവൻ 5ാം ക്ലാസ്സിൽ ഹോസ്റ്റലിലായിരുന്നു. ഈ അണക്കരയിൽ നിന്ന് വന്ന് 1 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്കൂളിൽ വന്ന് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കും. അപ്പോൾ ഞാൻ ഭയങ്കര സർപ്രൈസ്ഡ് ആയി. അപ്പോൾ നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടല്ലോ. He was my student in class 5 and I happened to notice him because of his bad handwriting. Spelling mistakes ഉണ്ട്, ഹാൻഡ് റൈറ്റിംഗ് തീരെ മോശം, വായിച്ചെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ഡോണിനെ കുറിച്ച് അവൻ്റെ 10ലെ ക്ലാസ് ടീച്ചർ ഞാനായിരുന്നു. ആദ്യത്തെ ഞങ്ങളുടെ റീ ഓപ്പണിംഗ് ഡേയിലാണ് അവനെ മനസ്സിലേക്ക് ആദ്യമായിട്ട് വരുന്നത്. ഞാൻ ഒരു ദിവസം വിളിച്ച് ഐ വോണ്ട് ടു മീറ്റ് യുവർ പേരൻ്റ് എന്ന് ഇങ്ങനെ പറഞ്ഞു. അന്ന് എന്നോട് പറഞ്ഞു, മിസ്സേ മമ്മി ഫർണിച്ചർ കടയിൽ തിരക്കാം, ഞങ്ങൾ വീട്ടിൽ പോയി കഴിഞ്ഞ് ഞാനും ഡോണെ ഒറ്റയ്ക്കേ ഉള്ളൂ. ഭയങ്കര വിഷമിച്ചുകൊണ്ടാണ് എന്നോട് പറഞ്ഞത്. പിന്നെ ഞാൻ ഡോണിൻ്റെ മമ്മിയെ വിളിച്ചായിരുന്നു, സംസാരിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ബട്ട് ആസ് എ വെരി സ്മോൾ ചൈൽഡ് ഇറ്റ് ടച്ച്ഡ് മീ വെരി ബാഡ്ലി. അത് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നൊരു 7ാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു, ഞാൻ മൾട്ടിമീഡിയ ചെയ്യുന്ന എൻ്റെ കൊടുത്ത് വന്ന് എന്നെ സർപ്രൈസ് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ഇവൻ നോഡിൽ വർക്ക് ചെയ്യുന്നത് ഭയങ്കര ഫാസ്റ്റാണ്. 8ൽ പഠിക്കുമ്പോൾ അത്രയ്ക്ക് കാൽക്കുലേഷനിൽ ചെയ്യാൻ പറ്റില്ല. അത് ഭയങ്കര ഒരു സംഭവമാണ്. എൻ്റെ കയ്യിലൊരു 8 TB സാധനം ഇരിപ്പുണ്ട് സ്കൂളിൻ്റെ. അതിനകത്തൊരു 6 TB ഡോണിൻ്റെ കൈ പറഞ്ഞിട്ടുള്ള സാധനങ്ങളാണ്. ഒരു 800 DVD ഇരിപ്പുണ്ട്. ഇതിനകത്തെല്ലാം ഇവൻ്റെ കൈ ഉണ്ടായിരുന്നു.
10th ക്ലാസ്സിൽ ഇവരെൻ്റെ ബർത്ത്ഡേ ചോദിക്കുകയും ഇവർ ഭയങ്കര ഒരു പ്ലാനിങ് ക്ലാസ്സിൽ നടത്തി. ഞാൻ രാവിലെ ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പം ഭയങ്കര ഒരു സെലിബ്രേഷൻ. ദാറ്റ് വാസ് എ സർപ്രൈസ് ഫോർ മീ. അതിൻ്റെ പിന്നെ മെയിനായിട്ട് പ്രവർത്തിച്ച ഒരാൾ ഡോൺ ആയിരുന്നു. ഭയങ്കര പാഷനായിരുന്നു കമ്പ്യൂട്ടേഴ്സിനോട്. ഡോൺ എന്ന് പറയുമ്പോഴേ ഞങ്ങൾ ഓർക്കുന്നത് ഗ്രാഫിക്സ്, ഡിസൈനിങ്, കളറിങ്, എവറിത്തിങ് ഇൻ വൺ. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്തിട്ട് അതിൻ്റെ പ്രിവ്യൂ ചെയ്ത് നടക്കുക. എനിക്കൊരു റിഗ്രറ്റ് ഉള്ളൊരു സംഭവമാണ്, ഇതിൻ്റെ പ്രിവ്യൂ നടക്കുമ്പം ഡോൺ അത് പ്ലേ ചെയ്ത്. അപ്പോൾ അതിൻ്റെ ടൈറ്റിൽസ് ഒരു ശകലം എന്തോ മിസ്സായി. പെട്ടെന്ന് ദേഷ്യം വന്നു. മറ്റുള്ളവർ മുന്നേ വെച്ചായിരുന്നു, അതൊരു കരടായിട്ട് എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട്, അത് ഒരിക്കലും മറക്കില്ലേ. Later on, he happened to be my student in 11th, 12th, completely changed. He excelled very good in studies. He's become so good. അവനൊരു കുസൃതിക്കാരനല്ലായിരുന്നു. അവനെ ഞാൻ ഒരിക്കൽ പോലും അവൻ്റെ ചെവിക്കൊന്ന് പിടിക്കേണ്ട ഒരു അവസരം പോലും ഉണ്ടായിട്ടില്ല. ഡോണിൻ്റെ ഫ്രണ്ട്സാണ് കുസൃതി ചെയ്യുന്നത്. ഡോൺ അവരെ എല്ലാം ഡിഫെൻഡ് ചെയ്യും. ഏത് രീതിയിലാണെങ്കിലും അവരെ ആ കുരുക്കിൽ നിന്ന് ഇറക്കിക്കൊണ്ട് വരാൻ നോക്കും. സ്കൂളിൻ്റെ ആനുവൽ ഡേക്കൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് ധാരാളം ഹെൽപ്പ് അവൻ ചെയ്തിട്ടുണ്ട്. ഞാൻ മൾട്ടിമീഡിയ വർക്ക് ചെയ്യുന്നിടത്ത് കാലത്തോളം ഡോൺ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആഗ്രഹിച്ചു. ഡോണിന് അവനില്ല, ഇവിടുന്ന് പാസ്ഔട്ട് ആയപ്പോൾ ശേഷം ചെയ്ത വർക്കെല്ലാം ഡോണിനെ യൂസ് ചെയ്തു. He's so much day and night he would be for the annual days. Full computer, laptop works. I remember very well. ജയിച്ച് ഇവിടുന്ന് പോയി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ആനുവൽ ഡേക്ക് വന്നിട്ടുണ്ടായിരുന്നു. He was having those black scars in his eyes. ഞാൻ പറഞ്ഞു, എടാ ഒന്ന് ഉറങ്ങടാ, വല്ലപ്പോഴും ഒന്ന് ഉറങ്ങുക, അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ പണി തീർത്താൽ മതി. എനിക്ക് ഫിലിം ഇൻഡസ്ട്രിയിൽ ഒത്തിരി പരിചയക്കാരുണ്ട്. അപ്പോൾ അവരൊക്കെ വിളിച്ചു ചോദിക്കുമ്പം പറയും ഇന്നയാളെ അറിയാം. ഈ ചുരുങ്ങിയ കാലം കൊണ്ട് ഇൻഡസ്ട്രിയിൽ അങ്ങനെ ഒരു പേരുണ്ടാക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമില്ല. ഈ ഡോണെ ഇത് ഒരു എക്സ്പോഷർ ആഗ്രഹിക്കുന്നില്ല. പുള്ളി ഇങ്ങനെ ചെയ്ത് പോവുക, വർക്കുകൾ ചെയ്ത് ഇപ്പോൾ ഇത്രയും വലിയൊരു വർക്ക് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നില്ല ഈ നാട്ടിൽ പലർക്കും അറിയാം. അതൊരു ഭയങ്കര ക്വാളിറ്റിയാണ്. ഡോണിൻ്റെ സ്വതസിദ്ധമായ ഒരു ജീവിത ശൈലി തന്നെ മറഞ്ഞിരിക്കുക എന്നുള്ളതാണ്. മറഞ്ഞിരുന്നു കൊണ്ട് തനിക്കാവുന്ന വിധത്തിലെല്ലാം ചെയ്യാൻ പറ്റുന്ന നന്മകളെല്ലാം ചെയ്യുക എന്നുള്ളതാണ്. എ സിമ്പിൾ ഹംബിൾ ഹ്യൂമൻ ബീയിങ്, എ വെരി സിമ്പിൾ വെരി ഹംബിൾ മാൻ ഹും വി ക്യാൻ അപ്രോച്ച് ഓൾവേസ്. എക്സ്ട്രാ ഓർഡിനറി. നല്ലോണം പാട്ട് പാടും, നന്നായിട്ട് പടം വരയ്ക്കും. റെയർ സ്പീഷീസ് എന്ന് വേണം പറയാൻ. വെരി കാം. എത്ര സ്ട്രെസ്ഡ് ഔട്ട് ആണെങ്കിലും ഹീസ് വെരി കാം. ഈ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന സംഭവമില്ല. അതിനകത്ത് അവന് പപ്പായോ അമ്മയോ പെങ്ങളോ ടീച്ചറോ അതൊന്നുമില്ല. അവർ വർക്കാണ്. അത് ആർക്കും അതിനകത്ത് ഇൻവോൾവ് ചെയ്യാൻ പറ്റും. ചാബല്യങ്ങളില്ലാതെ, പിണക്കങ്ങളില്ലാതെ എടുക്കുന്ന ഉത്തരവാദിത്വത്തിന് വേണ്ടിയിട്ട് ഊണും ഉറക്കവും കളഞ്ഞും അതിനെ പരിപൂർണതയിലെത്തിക്കാനായിട്ടും ഡോൺ നല്ല മനസ്സ് കാണിച്ചിരുന്നു. He's so good. Sneha is really lucky. ശരിക്കും ഒരു വെരി ഗുഡ് സ്റ്റുഡൻറ്റ്. അതിർവരമ്പുകളില്ലാതെ എല്ലാവരെയും ഒരുപോലെ കാണാനായിട്ടും സാധിക്കുന്ന, എനിക്കെപ്പോഴും സ്വകാര്യമായൊരു അഡ്മിറേഷൻ ഉണ്ടായിരുന്ന ഒരു നല്ല വ്യക്തിത്വമാണ് ഡോൺ. A well-nurtured child. His parents are really lucky to have him as a son. I'm really lucky as a teacher to have him as my son. Okay, he is much more than a student to me. And for him also. അവനും ഞാനുമായിട്ടൊരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പിനേക്കാൾ കൂടുതൽ ഒരു അപ്പൻ മകൻ റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു. ഹായ് ഡോൺ, ആദ്യം തന്നെ കൺഗ്രാറ്റ്സ് ഫോർ യുവർ ബിഗ് ഡേ. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ് ബോത്ത് ഓഫ് യു. ഡോണയുടെ വിസ്കോം പഠിച്ചുകൊണ്ടിരുന്നത് വർഷങ്ങൾക്ക് മുമ്പ് ആ ഒരു യൂണിഫോം ഇട്ട കുട്ടിയെ ഞങ്ങൾ ആ ഫോറിൻ ഫിലിമിൻ്റെ അകത്തോട്ട്, അപ്പോൾ ഡോൺ അത് പ്ലേസ് ചെയ്തൊക്കെ ഞാനിങ്ങനെ ഓർക്കുന്നു. നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചുകൊണ്ടിരുന്നത്. ഞാൻ മൾട്ടിമീഡിയം, ഡോൺ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു. അന്നാണ് ഞാൻ ഡോൺ ആദ്യമായിട്ട് കാണുന്നത്, ആദ്യമായിട്ട് പരിചയപ്പെടുന്നത്. കോവിഡിൻ്റെ സമയത്തൊക്കെ ഡോൺ വീട്ടിൽ വന്നിട്ട്, ഡോൺ ഇപ്പം ഭയങ്കര എക്സ്പെർട്ട് ആയിരിക്കുന്ന സോഫ്റ്റ്വെയർ ഒക്കെ അന്ന് ഞങ്ങൾ ഡോൺ ആദ്യമായിട്ട് ഹാൻഡിൽ ചെയ്യുക. ഞങ്ങളൊരു ഷോർട്ട് ഫിലിം ചെയ്ത ഇറക്കിയിട്ട് നമുക്ക് ആർക്കും അതിൻ്റെ ഔട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്തോ ചെയ്ത് വെച്ചാൽ നമുക്ക് തന്നെ ആലോചിച്ചു. അപ്പോൾ നമ്മൾ ഈ ക്ലിപ്സ് എല്ലാം കൂടി കൊണ്ട് ഡോണിൻ്റെ ആയി കൊടുത്തിട്ട് വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കൊടുത്ത സാധനം എല്ലാം തിരിച്ചു തരുന്നത്. അതിൻ്റെ ഒരു 100 ഇരട്ടി കിടുവായിട്ട് കളറും എഡിറ്റൊക്കെ ചെയ്താണ് പുള്ളി നമുക്ക് തിരിച്ചു തരുന്നത്. എപ്പോഴും ഈ കളർ കറക്ഷൻ, വിഷ്വൽ എൻഹാൻസ്മെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മാനേജറിനോട് സജസ്റ്റ് ചെയ്യുന്ന ഡോണിനെ വിളിച്ച് വർക്ക്ഷോപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പം ഡോൺ ഇവിടെ പല പ്രാവശ്യം ആ വർക്ക്ഷോപ്പിന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എപ്പം തന്നെ നമ്മൾ ഡോണിൻ്റെ കാര്യം ഓർക്കുന്ന ആ ഒരു മേഖലയിലോട്ട് വരുമ്പോൾ ആ കാര്യത്തിൽ ഭയങ്കര ഒരു സെൻസാണ് ഡോണിന്. കളറിൻ്റെ ആണെങ്കിലും വർക്കിൻ്റെ കാര്യത്തിലാണെങ്കിലും നല്ലൊരു ക്ലാരിറ്റി ഉണ്ട് എന്ത് ചെയ്യണമെന്ന്. സോ അതവൻ്റെ വർക്കിൽ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്.
ഞാനൊരു സിനിമാറ്റോഗ്രാഫർ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് എൻ്റെ മനസ്സിൽ തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം കൺസൾട്ട് ചെയ്യുന്നത് ഡോണിനെ ആയിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒരു കോളേജിൽ പഠിച്ച 3 വർഷം പഠിച്ച ഒരുപാട് വർക്കുകൾ ചെയ്തു. അങ്ങനെ നല്ലൊരു വ്യക്തിയാണ്. ഓക്കെ. സൈലൻ്റ് ആണ്. ഫ്രണ്ടിൽ കാണുന്ന ഡോൺ അല്ല ഒരു വർക്ക് പ്ലേസിൽ വരുമ്പോൾ ഭയങ്കര എക്സ്ട്രീംലി ഡിഫറെൻ്റാണ്. ഹലോ, എൻ്റെ ഷോർട്ട് ഫിലിംസിലൊക്കെ സ്ഥിരമായിട്ട് ഡോണാണ് എന്നെ ഗ്ലാമറാക്കി സുന്ദരമായിട്ട് കാണിക്കുന്നത്. ലവ് ഔട്ട് ഫോർ ഡെലിവറി എന്ന് പറയുന്ന വെബ് സീരീസിന്റെ ഷൂട്ടിന്റെ സമയത്താണ് ഞാൻ ഡോണിനെ പരിചയപ്പെടുന്നത്. സോ എഡിറ്റിംഗ് സെക്ഷനിൽ ഉണ്ടായിരുന്ന നമ്മുടെ മെയിൻ എഡിറ്റ് ആൻഡ് DI എല്ലാം ഓൾ ഇൻ ഓൾ നമ്മുടെ ഡോണായിരുന്നു. ഹി യൂസ് ടു ബി ലൈക്ക് എക്സ്പെരിമെന്റിങ് വിത്ത് ന്യൂ തിങ്സ്. ഹി വാസ് നെവർ അഫ്രേഡ്. ഭയങ്കര വർക്ക് ഹോളിക് ആയിരുന്നു ഡോൺ. ഓൾസോ ഹി ഈസ് വെരി ഗുഡ് അറ്റ് ഹിസ് വർക്ക്. ഡോണിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി ആണെന്ന് ഡോൺ ഭയങ്കരമായിട്ട് ട്രെൻഡിനനുസരിച്ച് നീങ്ങാനും എക്യുപ്മെൻറ്റ്സ് സെലക്ട് ചെയ്ത് അതിലോട്ട് നീങ്ങാനും ഒക്കെ ഭയങ്കര ഒരു ട്രസ്റ്റ് കാണിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ആയിരുന്നു. ഡോണുമായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുമ്പോൾ കൂടുതലും സ്റ്റുഡിയോ റൂമുകളിൽ തന്നെയുള്ള ഓർമ്മകളാണ് ഡോണുമായിട്ട്. സ്റ്റുഡിയോ റൂമിന് പുറത്തേക്ക്, സ്റ്റുഡിയോ റൂമിൽ നിന്ന് ചായ കുടിക്കാൻ പോകുമ്പോഴും അല്ലാതെ വളരെ വിരളമായിട്ട് ഡോണിനെ സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക് ഞാൻ കണ്ടിട്ടുള്ളൂ. പുള്ളി എപ്പോഴും ഹീ ഇസ് സോ മച്ച് ഇൻവോൾവ് ഇൻ ഹിസ് വർക്ക് ദാറ്റ് എപ്പോൾ നോക്കിയാലും ഒരു ഇരുട്ടുമുറിയുടെ അകത്ത് കുറേ സ്ക്രീനും കുറേ കാര്യങ്ങളൊക്കെ ഇട്ട് ഫുൾ ടൈം ഇങ്ങനെ വർക്കിൻ്റെ ഇടയ്ക്കായിരിക്കും. അങ്ങനെ സ്ഥിരമായിട്ട് ഇങ്ങനെ സ്റ്റുഡിയോ റൂമിലാണ്, ഇരുട്ടിലാണ് ഡോണിനെ കാണുന്നത് എന്ന് പറഞ്ഞ് നമ്മളൊരു ഷൂട്ടിന് ഡോണിനെ വിളിച്ച് കൂടെ കൊണ്ടുപോയി. അപ്പോൾ പോസ്റ്റ് എഡിറ്റും പരിപാടിയൊക്കെ ഷൂട്ടിന് പാരലലി ചെയ്തു. ഹി ഈസ് സോ ഇൻവോൾവ് ഇൻ ഹിസ് വർക്ക് ദാറ്റ് പുള്ളി ഊണില്ലാതെ ഉറക്കമില്ലാതെ എന്തില്ലാതെ ആണെങ്കിലും കറക്റ്റ് സമയത്തിന് വർക്ക് കൊടുത്തിരിക്കും. യു ക്യാൻ കംപ്ലീറ്റ്ലി റിലൈ ഓൺ ഡോൺ ആൻഡ് ഹി വിൽ മേക്ക് ഷുവർ ഹീസ് ഡൺ ഹിസ് ബെസ്റ്റ് ഇൻ എവറി വർക്ക്. പ്രിയപ്പെട്ട ഡോണെ, ഞാനും വിചാരിച്ചിരുന്നത് ടെക്നോളജിക്കും കമ്പ്യൂട്ടറുകൾക്കും സ്റ്റുഡിയോ മുറികൾക്കും നിന്റെ ജീവിതം അടിമപ്പെട്ടു പോയിരിക്കുന്നു എന്നാണ്. എന്നാൽ അതിൽ നിന്നെല്ലാം ഒരുപാട് വ്യത്യസ്തമായി നീ ഒരു മാരീഡ് ലൈഫിലേക്ക് പോവുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് ഡോണെ. സമാധാനമില്ലാതെ എപ്പോഴും ഓടുന്ന ഒരു ഡോണിനെയാണ് ഞാൻ ഇനീഷ്യലി കണ്ടിട്ടുള്ളത്. സോ ഞാനിങ്ങനെ വിചാരിച്ചിട്ടുണ്ട്, എൻ്റെ പൊന്നെ എപ്പോഴാണോ ഈ ഡോണിൻ്റെ കുറച്ച് സമാധാനത്തോടെ സന്തോഷത്തോടെ കാണാൻ പറ്റുക എന്നൊക്കെ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ബട്ട് നൗ ഐ എം ഫൈനലി ഹാപ്പി ദറ്റ് ഹി ഹാസ് ഫൗണ്ട് ഹിസ് സ്പെഷ്യൽ പേഴ്സൺ ആൻഡ് ദേ ഗോണ സ്റ്റാർട്ട് ന്യൂ ലൈഫ് ടുഗെദർ. പ്രിയപ്പെട്ട ഡോണെ, നിനക്കും നിന്റെ ഭാവി വധുവിനും എൻ്റെയും സ്റ്റോറി ടെല്ലേഴ്സ് യൂണിയൻ്റെയും പേരിലുള്ള എല്ലാവിധ ആശംസകളും നേരുന്നു. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. അപ്പം അടിപൊളിയാക്ക്. ഡോണും സ്നേഹയും ദേ ആർ ആൻ അഡോറബിൾ കപ്പിൾ. ഐ ലവ് യു ബോത്ത്. എല്ലാം അടിപൊളിയായിട്ട് നടക്കട്ടെ ആൻഡ് ഐ വിഷ് ദം ദ വെരി ബെസ്റ്റ്. അപ്പം അഡ്വാൻസ് ഹാപ്പി മാരീഡ് ലൈഫ്. അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് ലൈഫ് മുമ്പോട്ട് പോട്ടെ. ഹാപ്പി ആയിട്ടിരിക്കും, അടിപൊളിയായിട്ടിരിക്കും. വൺസ് അഗൈൻ ഹാപ്പി മാരീഡ് ലൈഫ്. ബൈ. ഹാപ്പി മാരീഡ് ലൈഫ്. അടിച്ചു പൊളിക്കുക, എവിടെ ആയിരുന്നാലും സന്തോഷത്തോടെ ഇരിക്കുക. ഓക്കെ. അപ്പം ഡോണിൻ്റെ ഇനിയുള്ള ഫ്യൂച്ചറിസ്റ്റിക് ലൈഫിലേക്ക് എൻ്റെ എല്ലാവിധ ആശംസകളും. ഡോണിന് എൻ്റെ 1000 ആശംസകൾ ഞാൻ നേരുന്നു. ആൻഡ് വി വിഷ് ഹിം എവറി സക്സസ് ഇൻ ഹിസ് ഫ്യൂച്ചർ എൻഡവേഴ്സ്. നിങ്ങൾക്ക് നിങ്ങളുടെ ഫാമിലി ലൈഫ്, കല്യാണം കഴിഞ്ഞുള്ള ജീവിതത്തിൽ ഏറ്റവും നന്മയും ഭാഗ്യങ്ങളും സൗഭാഗ്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. ഡോണിൻ്റെ ഈ നല്ല നിമിഷങ്ങളിൽ എല്ലാ ഭാവുകങ്ങളും എല്ലാ ദൈവാനുഗ്രഹങ്ങളും നേരുന്നു. താങ്ക് യു. Dawn and Sneha, from the bottom of my heart, wishing both of you many, many, many years of togetherness, of love, joy, sorrow, everything. Okay, there are lots of ups and downs in life. Okay, hold on together and move on to the very end. God bless both of you. Stay blessed. ഡോണേ കളറാവട്ടെ. സാച്ചുറേഷൻ കൂട്ടിപ്പിടിച്ച് കളറാവട്ടെ. నువ్వు